ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കടലക്കറിയാണ്. കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ സാധനങ്ങളെല്ലാം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, സവാള 2 ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കടല നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ നല്ലതുപോലെ കഴുകി വാരിയിട്ട് അതിൽ അല്പം വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ കടല വെള്ളം ഒഴിക്കുമ്പം വെള്ളം മേളിൽ പൊങ്ങി കിടക്കണേ. അതിലേക്ക് ഒരല്പം ഇഞ്ചി അരിഞ്ഞു വെച്ചിരുന്നതും ഒരല്പം വെളുത്തുള്ളിയും ഒരു പിടുത്തം സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരല്പം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 ചുമന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. 5 എടുത്തത് അധികം വലിപ്പമില്ലാത്ത ഉള്ളിയാണ്. പിന്നെ ഒരു 4 കഷ്ണം മാങ്ങ, ചെറിയ കഷ്ണം മാങ്ങയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണമെങ്കിൽ അങ്ങനെയും ആകാം. അപ്പം ഞാനിപ്പോൾ ഇത് ഫ്രീസറിലിരുന്ന മാങ്ങയായതുകൊണ്ട് വെള്ളത്തിലിട്ടായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് ഇത്തിരി പുളി കുറഞ്ഞിട്ടുണ്ടാവും. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പം ഞാൻ ഈ തേങ്ങയും ഉപ്പും മുളകും കൂടെ ഒന്നങ്ങോട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പും മുളകും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. കല്ലേൽ വെച്ച് അരക്കുമ്പം അതിൻ്റേതായ രുചി ഉണ്ടാവുകയെ ചമ്മന്തിക്ക്. നല്ലപോലെ അരച്ചെടുക്കണേ. ആ സമയം കൊണ്ട് കടല വെന്ത് കിട്ടും. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ എപ്പോഴും അരകല്ലേൽ വെച്ചൊക്കെയല്ലേ അരച്ച് തരുന്നത്. അപ്പോൾ അതിൻ്റേതായ രുചിയുമുണ്ട് അന്നത്തെ ചമ്മന്തിക്കൊക്കെ. ഇന്നിപ്പോൾ എല്ലാവരും മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പം അതിൻ്റേതായ രുചികളെ അതിന് കാണുള്ളൂ. എന്ത് സാധനവും നമ്മൾ കല്ലേൽ വെച്ച് അരച്ചുണ്ടാക്കിയാലാണ് ആ രുചി കിട്ടുകയുള്ളൂ. ഇപ്പോഴല്ലേ മുളക് പൊടിയൊക്കെ വന്നത്. പണ്ടൊക്കെ മുളകാണ് കല്ലേൽ വെച്ച് അരക്കണേ. മുളകും മല്ലിയൊക്കെ നല്ല വെണ്ണ പോലെ കല്ലേൽ വെച്ച് അരച്ചെടുക്കും. അപ്പോൾ കറി വെക്കുമ്പോൾ അതിൻ്റേതായ രുചി അതിനുണ്ടാകും. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പതുക്കെ ഒന്നങ്ങോട്ട് ഒതുക്കിയെടുത്ത്. അപ്പോൾ ആ ഉപ്പും മുളകും എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അമ്മയൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമ്പം ഇതേപോലെ ഉരുട്ടി ഒരു ഉണ്ട പോലെയാണ് പാത്രത്തിലേക്ക് വെച്ച് തരുന്നത്. അത് കഴിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് ഉണ്ടല്ലോ, വായിൽ ഇപ്പോഴും വെള്ളം വരും. തേങ്ങാ ചമ്മന്തി പുളി കൂട്ടിയൊക്കെ അരക്കുവേ. ഇഞ്ചിയും പുളിയും കറിവേപ്പിലയൊക്കെ കൂടെ കൂട്ടി അരക്കുമ്പോൾ എന്ത് രുചിയാണെന്നറിയാവോ. അപ്പം നമ്മുടെ കടല വെന്തിട്ടുണ്ടാവുമേ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ടൊരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണേ. എന്നാലാണ് ആ കടലക്കറിക്ക് അതിൻ്റേതായ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഒരല്പം തേങ്ങ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നേ, കനം കുറച്ചരിഞ്ഞ്. അതിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കടുക് ഇടണമെങ്കിൽ കടുകിടായിരുന്നു. അതല്ലെങ്കിൽ ഇത് തേങ്ങ മൂത്ത് കഴിയുമ്പോൾ ഒന്നങ്ങോട്ട് നീക്കി വെച്ചിട്ട് കടുക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കടുക് പൊട്ടിക്കോളും. ഞാനിപ്പോൾ ഇതിൽ കടുക് ഇട്ടിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. നല്ലതുപോലെ മൂക്കട്ടെ. അപ്പോൾ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയിൽ നല്ലതുപോലെ ഉപ്പും പിടിച്ച് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞു വെച്ച ചതച്ചെടുത്താലും മതിയേ. ഞാനിപ്പോൾ ഇവിടെ ചെറുതാക്കി അരിഞ്ഞാണ് എടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ.
ഒന്ന് കിടന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കടലിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചുമന്നുള്ളി, ഒരു പിടുത്തം ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം. ആ ചുമന്നുള്ളിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും കടലയ്ക്ക്. നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഈ മഴക്കാലത്തൊക്കെ കഞ്ഞി കുടിക്കാൻ ഇങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സുഖമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുമാതിരി മൂത്ത് വന്നണ്ടേ, അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ല കറിവേപ്പിലയാണെങ്കിൽ ഇത്തിരി കൂടുതൽ ഇടുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. നമുക്കിവിടെ വേണ്ടുവോളം കറിവേപ്പിലയുണ്ട്. ഇപ്പോൾ ആ പുഴുക്കേടൊക്കെ മാറി കൂമ്പൊക്കെ എടുത്ത് വരുന്നുണ്ട്, നിറച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂണല്ല സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ആ മല്ലിപ്പൊടിയുടെ ആ പച്ച മണമൊന്ന് മാറിക്കിട്ടട്ടെ. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെയും ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പം ഞാനൊരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ. എന്നാലാണ് ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇടിച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒന്ന് മൂത്ത് കിട്ടട്ടെ. എല്ലാ ഭാഗവും ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഇറച്ചിക്കറിയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ആ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. കണ്ട, തക്കാളിയൊക്കെ ഒരുമാതിരി മൂത്തിട്ടുണ്ട്, നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിക്കിട്ടട്ടെ. അപ്പോൾ ആ ഉപ്പും മുളകും ഒക്കെ നല്ലതുപോലെ കടലയിലേക്ക് പിടിച്ച് കിട്ടും. ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ ഒരു കടലക്കറി ഉണ്ടാക്കാൻ ആരും മറക്കരുത്. കഞ്ഞിക്കൊക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, 1 നുള്ള് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. എരിവിന് അനുസരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്.
നിരത്തി നിരത്തി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പും മുളകും എരിവും ഒക്കെ ഉണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിവിടെ കഞ്ഞിയാണ്. കഞ്ഞിയും കടലക്കറിയും മാങ്ങാ ചമ്മന്തിയും പപ്പടവും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കഞ്ഞിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.